ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ക്യാഷ്വലായിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളക്കിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് പ്രാർത്ഥിക്കും. ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നും രാവിലെ തന്നെ നമ്മുടെ ഡേ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സിംബക്കുഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. സിംബക്കുഞ്ഞ് ആക്ച്വലി നമ്മളൊക്കെ എണീക്കുന്നതിനെക്കാട്ടി ഒരുപാട് മുന്നേ എണീക്കും. എന്നിട്ട് ബാക്കി എല്ലാവരും എണീറ്റ് വരാൻ വേണ്ടിയിട്ട്, അതായത് മെയിനായിട്ട് അവനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവൻ നല്ല പേഷ്യൻ്റായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ. പിന്നെ ഞാൻ വെളിയിൽ പോയി പാലൊക്കെ എടുത്ത് അകത്തുകൊണ്ട് വെച്ചിട്ട് പിന്നെ സിംബയ്ക്ക് ഫുഡ് കൊടുക്കലാണ് പിന്നത്തെ എൻ്റെ പരിപാടി. സിംബയ്ക്ക് ഫുഡ് കൊടുത്ത് അവനെ കൊഞ്ചിച്ച് കുറച്ച് സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ ഒന്ന് ലോഗിൻ ചെയ്യും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസ് വന്നിട്ടുണ്ടോ എന്ന് അതൊക്കെ ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ടിക്കറ്റ്സൊക്കെ എൻ്റെ പേരിൽ അസൈൻഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കും, കുറേ പണിയൊക്കെ കാണുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയിൽ എത്തും. വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ടിട്ട് പിന്നെ ആ സമയം തൊട്ട് ആക്ച്വലി ഞാൻ അവൈലബിൾ ആയിരിക്കും, ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് അന്നത്തെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് ചെയ്യുന്നത് ചായ ഇടലാണ്. എല്ലാവരും എണീറ്റ് വരുമ്പോഴത്തേക്കും ചായ കൊടുക്കാൻ വേണ്ടി ചായയൊക്കെ ഇടും. പിന്നെ നമ്മളെല്ലാം നല്ല കടുപ്പത്തിൽ ചായ കുടിക്കുന്ന ടീംസ് ആയതുകൊണ്ടാണ് കേട്ടോ ചായ നല്ല ബ്രൗൺ കളറിൽ ഇരിക്കുന്നത്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചെയ്യുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബഹളമാണ് അങ്ങോട്ട്, കോളും മീറ്റിങ്ങും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഞാൻ എവിടെ ഇരുന്നാണോ വർക്ക് ചെയ്യണത് അവിടെ എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നമ്മുടെ സിംബക്കുഞ്ഞും ഇരിക്കാറുണ്ട്. അന്ന് നല്ല ഹെവി ആയിട്ട് വർക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പൊതിച്ചോറ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് സ്റ്റാറ്റസ് കോളുണ്ട്. രാവിലെ ആയിരുന്നു ആക്ച്വലി കോൾ ഉണ്ടായിരുന്നത്, അത് ഉച്ചത്തേക്ക് പോസ്റ്റ്പോൺ ആക്കി. അങ്ങനെ സ്റ്റാറ്റസ് കോളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെയും വർക്ക് മോഡിൽ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാനൊരു ചെറിയ നാപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ചായ കുടിക്കുന്ന ടൈമായി. അപ്പോൾ ചായ ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം തീർത്തിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കരുതി അന്നത്തെ സ്ട്രെസ്സെല്ലാം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിയിൽ പോകുന്നത്. ഞാൻ പോയ വഴിക്കാണ്, കാറിൽ വെച്ചാണ് ഞാൻ മെയിലൊക്കെ സെൻഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ പിന്നെ ബീച്ചിൽ പോയി അവിടെ സൺസെറ്റൊക്കെ കണ്ടു. കുറേ സമയം ബീച്ചിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു, അവരോട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് റീലും കാര്യങ്ങളും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ വൈകിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോയി. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.